കുറേ കാലമായില്ലേ ചീര കഴിച്ചിട്ട്, എന്നാൽ പിന്നെ ചീര കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പറമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണം, ഉള്ളിലോട്ട്. ഇതിലൊന്നുമില്ല, എപ്പോഴും ഇതുപോലെ മുട്ടുകളുണ്ടാവും. കണ്ടില്ലേ? എന്നിട്ട് എന്നെ പറ്റിക്കും. കിട്ടി. എന്തേ പാപ്പ ഇതുണ്ടോ? കുറേ പയറുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടോ. ഞാൻ മാത്രമല്ല, ചിന്നും കൂടി പറിക്കുന്നുണ്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ചീര എന്ന് പറയുന്നത്. സാമ്പാർ ചീര എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയുന്നതെന്ന് പറയാം കേട്ടോ. നമുക്കിത് പറിക്കാം. ജൂനിയർ കർഷകൻ പൊന്നു അവിടെ നോക്കിയടാ. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിൽ വേറൊരു കൃഷിയാണ്, ചേമ്പാണ് കേട്ടോ. ഇത് ചീര പറിച്ച് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പോയതാണെന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുറേ പച്ചക്കറികൾ കിട്ടി. അത് കുറച്ച് കാന്താരി മുളക് പറിച്ചു, വെള്ള കാന്താരിയാണ് കേട്ടോ. പിന്നെ പയറും കിട്ടി. അപ്പോൾ നമ്മൾ കറി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ടായിരുന്നു, അത് സെറ്റാക്കി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം ഒഴിക്കുക, അടുപ്പിൽ വയ്ക്കുക, നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചീര അരിഞ്ഞ് വെക്കുകയാണ്. സാമ്പാർ ചീരയാണ്. നന്നായിട്ട് വിഷമൊക്കെ നോക്കി നന്നായിട്ട് കഴുകിയെടുത്ത് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് വയ്ക്കുക. രണ്ടും കൂടെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ചക്കരയൊക്കെ നല്ല രീതിക്ക് വെന്തിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നെക്സ്റ്റ് അരപ്പുണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ തേങ്ങ ചിരണ്ടുക, കുറച്ച് പച്ചമുളക്, കാന്താരി യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ കാന്താരി യൂസ് ചെയ്യുന്നില്ല. കുറച്ച് ജീരകം ആഡ് ചെയ്യുക. ജീരക പൊടിയാണ് കേട്ടോ അത്, ജീരകം പൊടിച്ച് വെച്ചതാണ്. 2-3 വെളുത്തുള്ളി അല്ലി ആഡ് ചെയ്യുക. എല്ലാം കൂടി മിക്സിയിൽ അങ്ങ് നല്ല കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കുക. ഞാൻ അരച്ചത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മഞ്ഞളിടണം കേട്ടോ. മഞ്ഞളിട്ടില്ല, ഞാൻ മറന്നുപോയി മഞ്ഞളിടാനായിട്ട്. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് വെന്തിട്ടുള്ള അതിലേക്ക് അരപ്പങ്ങോട്ട് ആഡ് ചെയ്യുക. നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ അടിപൊളി സാമ്പാർ ചാറ് റെഡി, സെറ്റ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ ഇതിനു മുമ്പ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഒന്നാം തരം ചക്കക്കുരു. യൂഷ്വലി എനിക്ക് ചക്കക്കുരു ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പിന്നെ താങ്ക് യു.